ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായി 1000 കോടി ബഡ്ജറ്റിൽ വരാനിരിക്കുന്ന ഒരു രാജമൗലി മഹേഷ് ബാബു സിനിമയാണ് SSMB 29. നിലവിൽ ചിത്രീകരണം നടന്നുവരുന്ന SSMB 29-ൽ തമിഴ് താരം മാധവനും ഇപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ചിത്രത്തിൽ ജോയിൻ ചെയ്തതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 6 മാസം നീണ്ട ചിത്രീകരണത്തിനൊടുവിൽ 2026 അവസാനമോ 2027 ആദ്യമോ SSMB 29 റിലീസിനെത്തുക. രാഘവ ലോറൻസ് നായകനായി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ഹൊറർ കോമഡി സിനിമ ഫ്രാഞ്ചൈസിയാണ് കാഞ്ചന. നിലവിൽ കാഞ്ചന 4ന്റെ 40% ഷൂട്ടിംഗ് വർക്കുകൾ പൂർത്തിയായതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. പൂജ ഹെഗ്ഡെ ലീഡ് റോളിലെത്തുന്ന കാഞ്ചന 4 ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തി തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റ് വിജയമായി മാറിയ ഒരു കോമഡി ചിത്രമാണല്ലോ പടക്കളം. ഫ്രൈഡേ ഫിലിംസിന് വേണ്ടി വിജയ് ബാബു നിർമ്മിച്ച പടക്കളം ഇന്ന് രാത്രി 12 മണി മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യും. ദുൽഖർ സൽമാൻ നായകനായി തമിഴിൽ നിന്നും വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കാന്ത. ഈ വരുന്ന ജൂലൈ മാസം റിലീസ് പ്രഖ്യാപിച്ചിരുന്ന കാന്തയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാകാത്തതിനാൽ ജൂലൈയിൽ നിന്നും ഒക്ടോബർ മാസത്തിലേക്ക് ഈ ദുൽഖർ ചിത്രത്തിന്റെ റിലീസ് തീയതി പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ശിവകാർത്തികനെ നായകനാക്കി വെങ്കട് പ്രഭു ഒരു സിനിമ ഒരുക്കാൻ പോകുന്നു. ശിവകാർത്തികനെ കൂടാതെ കല്യാണി പ്രിയദർശൻ, മമിത ബൈജു എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തും. ഒരു ടൈം ട്രാവൽ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തുവരും. ആന്റണി വർഗീസ് നായകനായി വരാനിരിക്കുന്ന കാട്ടാളൻ എന്ന പാൻ-ഇന്ത്യൻ സിനിമയിലേക്ക് ജഗദീഷിന് പിന്നാലെ സിദ്ദിഖും ജോയിൻ ചെയ്തതായി മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. മാർക്കോ സിനിമയുടെ പ്രൊഡ്യൂസർ ആയതുകൊണ്ടാവണം മാർക്കോ ചിത്രത്തിലെ താരങ്ങളായിരുന്ന സിദ്ദിഖ്, ജഗദീഷ്, കബീർ ദുഹാൻ സിംഗ് തുടങ്ങിയവരെല്ലാം തന്നെ കാട്ടാളനിലേക്കും എത്തപ്പെട്ടത്. ടിയാൻ എന്ന സിനിമയ്ക്ക് ശേഷം ജിയോ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അനന്തൻ കാട്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടൈറ്റിൽ ടീസറും ഇന്ന് പുറത്തു വന്നിരുന്നു. ആര്യ, മുരളി ഗോപി, ഇന്ദ്രൻസ്, നിഖില വിമൽ, വിജയരാഘവൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന അനന്തൻ കാട് എന്ന ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് മുരളി ഗോപിയാണ്. നിലവിൽ സിനിമയുടെ ചിത്രീകരണം നടന്നുവരുന്നു. സൂര്യ നായകനാക്കി വെട്രിമാരൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന വാടിവാസൽ ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഉടൻ തന്നെ സിനിമയുടെ വർക്കുകൾ ആരംഭിക്കുമെന്നും കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ഈ വരുന്ന നവംബർ മാസം മുതൽ വാടിവാസലിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിക്കും. 2021-ൽ ചാക്കോച്ചൻ, ജോജു ജോർജ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു റിയലിസ്റ്റിക് പോലീസ് ത്രില്ലർ സിനിമയായിരുന്നല്ലോ നായാട്ട്. വലിയൊരു നിരൂപക പ്രശംസ നേടിയെടുത്ത നായാട്ടിന് രണ്ടാം ഭാഗം ഒരുങ്ങുന്നു. ഷാഹി കബീർ തിരക്കഥയൊരുക്കുന്ന നായാട്ട് 2 സംവിധാനം ചെയ്യുന്നത് മാർട്ടിൻ പ്രക്കാട്ട് തന്നെയാണ്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തുവരും. ഉലക നായകൻ കമൽഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ നിന്നും വൻ നെഗറ്റീവ് അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വന്ന സിനിമയാണ് തഗ് ലൈഫ്. നിലവിൽ ഇപ്പോൾ റിലീസിനെത്തിയിട്ട് 5 ദിവസങ്ങളിലേക്ക് സിനിമ എത്തിയിട്ട് പോലും വെറും 90 കോടി രൂപ മാത്രമാണ് തഗ് ലൈഫിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ത്യൻ 2-നേക്കാൾ വലിയൊരു പരാജയമായി തഗ് ലൈഫ് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദന തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു തമിഴ് തെലുങ്കു ബയോലിംഗൽ മൂവിയാണ് കുബേര. ചിത്രത്തിന്റെ 3rd സിംഗിൾ നാളെ റിലീസിനെത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ 20-ന് കുബേര തിയേറ്ററുകളിലേക്ക് എത്തും. ഈ വരുന്ന ജൂൺ 22-നാണ് ദളപതി വിജയുടെ ജന്മദിനം. ഇതിന് മുന്നോടിയായി ആരാധകർ കാത്തിരുന്ന ഒരു വിജയ് ചിത്രം ഇപ്പോൾ റിലീസിന് തയ്യാറെടുത്തെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അറ്റ്ലിയുടെ സംവിധാനത്തിൽ വിജയ് 3 വ്യത്യസ്ത വേഷങ്ങളിലെത്തിയ മെർസലാണ് ഈ വർഷത്തെ ജന്മദിനത്തോടനുബന്ധിച്ച് റിലീസ് ചെയ്യുന്നത്. വരുന്ന ജൂൺ 20-ാം തീയതി കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മെർസൽ തിയേറ്ററുകളിലേക്ക് എത്തും. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ എന്ന ചിത്രം റിലീസിനൊരുങ്ങുന്നു. പല ആവർത്തി ചിത്രം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും മമ്മൂക്കയുടെ അഭാവത്തിൽ റിലീസ് മാറ്റിവെക്കേണ്ടി വന്നു. എന്തായാലും ഈ വരുന്ന ജൂലൈ മാസം മമ്മൂക്ക തിരിച്ചെത്തുകയും മഹേഷ് നാരായണനുമൊത്തുള്ള MN എന്ന ചിത്രത്തിൽ ജോയിൻ ചെയ്യും എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് കളങ്കാവൽ ഇപ്പോൾ റിലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ വരുന്ന ഓഗസ്റ്റ് 1-ാം തീയതി കളങ്കാവൽ തിയേറ്ററുകളിലേക്ക് എത്താനാണ് സാധ്യത. മമ്മൂക്കയ്ക്കൊപ്പം വിനായകനും പ്രധാന വേഷത്തിലെത്തുന്ന കളങ്കാവൽ കേരളത്തിൽ റിലീസിനെത്തിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ആണ്. വാടിവാസലിന് മുമ്പ് വെട്രിമാരൻ ചിമ്പുവിനെ നായകനാക്കി ഒരു സിനിമ ഒരുക്കാൻ പോകുന്നു. ഒരു ഗ്യാങ്സ്റ്റർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ഈ വരുന്ന ജൂലൈ മാസം മുതൽ ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലാവും ഈ സിനിമയുടെ ഭൂരിഭാഗവും ചിത്രീകരണം നടക്കുക. സുരേഷ് ഗോപിയെ നായകനാക്കി മാത്യു തോമസ് സംവിധാനം ചെയ്തു വരുന്ന ഒരു മാസ് എന്റർടൈനർ സിനിമയാണ് ഒറ്റക്കൊമ്പൻ. സുരേഷ് ഗോപിക്കൊപ്പം കബീർ ദുഹാൻ സിംഗ്, ബിജു മേനോൻ, നീത പിള്ള, വിജയരാഘവൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒറ്റക്കൊമ്പന്റെ 50% ചിത്രീകരണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി നിലവിൽ 55 ദിവസത്തെ ഷൂട്ട് കൂടിയാണ് സിനിമയ്ക്ക് പൂർത്തീകരിക്കാനുള്ളത്. അതിൽ തന്നെ 3ഓളം ആക്ഷൻ രംഗങ്ങൾ ഉണ്ടാവുമെന്നും അപ്ഡേറ്റുകളുണ്ട്. എന്തായാലും എന്റെ ഷൂട്ടിംഗ് പൂർത്തീകരിച്ച ശേഷം ഈ വർഷം നവംബർ മാസത്തിൽ ഒറ്റക്കൊമ്പൻ റിലീസ് ചെയ്യാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്. ദളപതി വിജയ് അഭിനയം നിർത്തുന്നു. നിലവിൽ വരാനിരിക്കുന്ന ജനനായകനാണ് അവസാന സിനിമ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വാർത്ത നിറയുന്നുണ്ട്. ഈ വിവരം പുറത്തുവിട്ടത് അദ്ദേഹം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വിജയ് അഭിനയം നിർത്തുന്നില്ല, പകരം ഇലക്ഷൻ കഴിയുന്നതുവരെ ഒരു ബ്രേക്ക് ആണ് അദ്ദേഹം എടുത്തിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ 2026-ലെ ഇലക്ഷൻ വർക്കുകൾക്ക് ശേഷം അദ്ദേഹം അഭിനയം തുടരുമെന്നുമാണ് അപ്ഡേറ്റ് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല വിജയ് തിരിച്ചെത്തിയാൽ ആദ്യം തന്നെ ലിയോ 2 എന്ന സിനിമയായിരിക്കും ചെയ്യുകയെന്നും ഓൾറെഡി 7 സ്ക്രീൻ സ്റ്റുഡിയോസുമായി ചിത്രത്തിന്റെ സംവിധായകനായ ലോകേഷ് കനകരാജ് ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും സൂചനയുണ്ട്.